So hello friends, once again welcome back. Friends, അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു സ്പീക്കർ പാക്കേജിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. സ്പീക്കർ പാക്കേജ് എന്ന് പറയുമ്പോൾ AVR പോലുള്ള അതിനാണ് ഉപയോഗിക്കുന്ന സ്പീക്കർ പാക്കേജ് അല്ല. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സിപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അവർ തന്നെ വൂഫർ, അവരുടെ ഒരു ട്യൂട്ടർ. പക്ഷേ മിഡായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഡൈൻറ്റിയുടെ മിഡാണ്. സിപ്പിൻ്റെ മിഡിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ഡൈൻറ്റിയുടെ മിഡാണ്. സോ ഈ മൂന്ന് സ്പീക്കേഴ്സും ഈ മൂന്ന് ഡ്രൈവേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ നെറ്റ്വർക്ക് ക്രോസ് ഓവറുമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. സോ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടൊരു ബെൽ ഐക്കൺ ഉണ്ട്, അങ്ങനെ നൈസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ വൂഫർ എന്ന് പറയുന്നത്. ഇതൊരു 8 ഇഞ്ച് വൂഫറാണ്. ഇതൊരു സബ് വൂഫർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇതിനകത്ത് വോക്കലും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു വൂഫറായിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. നല്ലൊരു ഡ്രൈവറാണ്. ഇതാണ് നമ്മുടെ സിപ്പിൻ്റെ പാക്കേജ് വരുന്നത്. അവരുടെ ഒരു മോഡൽ നമ്പർ എന്ന് പറയുന്നത് 20ZBW2 എന്ന് പറയുന്നൊരു മോഡലാണിത്. ഇതിൻ്റെ പുറത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന വാട്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 80 വാട്ട്സ് മാക്സിമം, അതായത് മാക്സ് ഔട്ട്പുട്ടാണ് 80 വാട്ട്സ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു 40 to 50 വാട്ട്സ് RMS വാട്ടേജ് കണ്ടിന്യൂസ് കൊടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത്രയും ഒരു വാട്ട്സ് താങ്ങാനുള്ള ശേഷി അതിനുള്ളൂ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തതിൽ നിന്ന് മനസ്സിലായത്. എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോഴേക്ക് പ്രൊട്ടക്ഷനായിട്ട് ചെറിയൊരു ബൈൻഡ് പാക്കേജ് വെച്ചിട്ടുണ്ട്. പിന്നെ ടിപ്പിക്കലി നമ്മുടെ സ്പീക്കേഴ്സ് എല്ലാം വരുന്ന പോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ താക്കി തന്നെയാണ് ഈ ഒരു ഡ്രൈവറും വന്നേക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി നിന്ന് കാണാൻ പറ്റും. കാര്യം അതുപോലെ തന്നെ വിലയുണ്ട് ഈ സാധനത്തിന്. നോർമൽ നമ്മൾ മേടിക്കുന്ന 8 ഇഞ്ച് വൂഫറിൻ്റെ ഏകദേശം ഡബിൾ പ്രൈസോളം ഇതിന് വില വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കൊടുക്കുന്ന വിലയ്ക്ക് മുതലാണ് അതേ രീതിയിലുള്ളൊരു ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു ലുക്കാണ് ഈ ഒരു വൂഫർ നമുക്ക് തരുന്നത്. ഒരു ലോക്കൽ ബ്രാൻഡിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന വൂഫറിനെ പോലല്ല നമ്മൾ ഇത് വെച്ചൊരു ടവറോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതൊരു ബുക്ക് ഷെൽഫോ എന്തുണ്ടാക്കിയാലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ലുക്സ് നമുക്കിതിൽ നിന്ന് കിട്ടും. പെട്ടെന്ന് ഒരാൾ കണ്ടിട്ട് ഒരു ചാത്തൻ സാധനമാണ് അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണെന്ന് പറയില്ല. അകപ്പാടിനകത്തൊരു വിഷയമായിട്ട് തോന്നിക്കുന്ന അവരുടെ സിപ്പിൻ്റെ Z എന്ന് പറയുന്ന ഒരു ലേബലിംഗ് അവർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് സൈഡിലല്ല, അതിൻ്റെ ഡസ്റ്റ് ക്യാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. അതായത് സൈഡിലെ ബീഡിങ്സിലേക്ക് പോവുകയാണെങ്കിൽ ഒരു റബ്ബർ ബുഷ് പോലൊരു സാധനം അവർ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊരു ലോക്കാക്കി ഇട്ടിരിക്കുകയാണ് അതിനകത്ത്. സോ വളരെ നല്ല രീതിയിലുള്ളൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഈ ഒരു സ്പീക്കറിന്. ഇതിൻ്റെ കോണിലേക്കും അതുപോലെ തന്നെ ഡസ്റ്റ് ക്യാപ്പിലേക്കും പോവുകയാണെങ്കിൽ പോളിപ്രൊപ്പലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ സബ് വൂഫേഴ്സിലൊക്കെ കണ്ടിട്ടും ചില വൂഫേഴ്സിലൊക്കെ കണ്ടിട്ട് രീതിയിലുള്ള ആ ഒരു രീതിയിലുള്ളൊരു പോളിപ്രൊപ്പലൈനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ഫ്രെയിമാണ് ഇതിൻ്റെ. നോർമലി നമ്മൾ ലോക്കൽ സ്പീക്കേഴ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടൊരു ഫ്രെയിം തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി പെയിൻറ്റിങ്ങുമാണ്. നോർമലി നമ്മളിവിടെ മിക്കവാറും കിട്ടുന്ന ഏതൊരു അൺബ്രാൻഡഡ് ആയിട്ടുള്ളൊരു സാധനം അല്ലെങ്കിൽ അത്യാവശ്യം ബ്രാൻഡാണ്, എന്നാൽ നമ്മുടെ ടോപ്പ് ബ്രാൻഡ്സിൻ്റെ ഒരു രീതിയിൽ വരാത്ത സ്പീക്കേഴ്സോ അല്ലെങ്കിൽ വൂഫേഴ്സോ എടുത്താലും ക്വാളിറ്റി വളരെ മോശമായിരിക്കും. ഇതിൻ്റെ ഒരു കണക്ടറിലേക്ക് പോകണമെങ്കിൽ തന്നെ അത് ഒരു സ്പ്രിംഗ് സോക്കറ്റ് പോലൊരു കണക്ടറാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ക്വാളിറ്റി ഉണ്ട്. അത്ര പെട്ടെന്നൊന്ന് കംപ്ലൈൻ്റ് ആവുന്ന ടൈപ്പുള്ളൊരു സോക്കറ്റല്ല കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്പൈഡറിലേക്ക് നോക്കുകയാണെങ്കിൽ സ്പൈഡർ ഒരു വ്യത്യസ്തമായ രീതിയിലൊരു ബ്ലാക്ക് കളറിലാണ് സ്പൈഡർ വന്നേക്കുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ബ്ലാക്ക് സ്പൈഡറാണ്. അത് മാത്രമല്ല ഒരു ബ്ലാക്ക് ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആകെ മൊത്തം ഒരു ബ്ലാക്ക് മയമാണ് ഈ സാധനം. താകപ്പാട് എടുത്ത് കാണാൻ പറ്റുന്നത് അതിൻ്റെ ആ ഒരു സ്പ്രിംഗ് സോക്കറ്റ് മാത്രമുണ്ട് സിൽവർ കളറിൽ. പിന്നെ ബാക്കിൽ അതിൻ്റെ ആ കപ്ലിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം. മാഗ്നറ്റിലേക്ക് പോവുകയാണെങ്കിൽ മാഗ്നറ്റ് ശരിക്കും പറഞ്ഞാൽ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാഗ്നറ്റ് ഒരു റബ്ബർ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു റബ്ബർ ബീഡിങ്സ് ഉള്ള കവറിങ്ങും അതുപോലെ തന്നെ ഈ ഒരു പ്രൊട്ടക്ഷനൊക്കെ നമ്മൾ പയനിയറിൻ്റെ സബ് വൂഫേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒരു കവറിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ കവറിങ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കവറിങ്ങിൻ്റെ അത്രയും ഒന്നുമില്ല മാഗ്നറ്റ്. അതിനെക്കാട്ടിയും കുറച്ചുകൂടെ വലിപ്പം കുറവാണ് മാഗ്നറ്റിന്. സോ ഫ്രണ്ട്സ്, അപ്പോൾ വാട്ട്സും ഇംപെഡൻസും നോക്കുകയാണെങ്കിൽ നമുക്കൊരു 50 വാട്ട്സ് RMS പ്രതീക്ഷിക്കാം. കമ്പനി റേറ്റിംഗ് എന്തെങ്കിലും 50 വാട്ട്സ് ആണ്. ഇംപെഡൻസിലേക്ക് പോകുകയാണെങ്കിൽ 8 ohms ആണ് ഇംപെഡൻസ് വന്നേക്കുന്നത്. സബ് വൂഫർ തന്നെയാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു വൂഫറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് ഇത് കാണിക്കുന്നത്. സോ അടുത്തായി ഫ്രണ്ട്സ്, നമുക്കിതിൻ്റെ മിഡിലേക്ക് പോകാം. മിഡായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഡൈൻറ്റിയുടെ മിഡാണ്. 4 ഇഞ്ച് മിഡാണ് എടുത്തിരിക്കുന്നത്. സിപ്പിൻ്റെ മിഡ് ഒഴിവാക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ സിപ്പിൻ്റെ മിഡിന് ഒരു ലുക്സ് വളരെ കുറവാണ്. അത് മാത്രമല്ല അതിൻ്റെ ഒരു ആക്ച്വൽ ക്വാളിറ്റിയിലേക്ക് വരുമ്പോഴേക്ക് ഡൈനിറ്റിയാണ് കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഡൈൻറ്റിയുടെ ഒരു പാക്കേജിലേക്ക് വരുവാണെങ്കിൽ ടിപ്പിക്കൽ ഡൈൻറ്റിയുടെ നിങ്ങൾക്കറിയാം ഏത് ഓരോരു ബ്രാൻഡിൽ വരുന്ന ഏതൊരു സാധനം എടുത്താലും ഇതേപോലെ ഒരു പാക്കേജിംഗ് ആയിട്ടാണ് വരുന്നത്. ടെസ്റ്റ് ഡോക്കിൽ നിന്നൊക്കെ അടിച്ചിട്ടുണ്ട്, 60 വാട്ട്സ് എന്നൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ
വലിയ കാര്യമൊന്നുമില്ല. ഒരു 30 വാട്ട്സാണ് അവർ RMS വാട്ടേജ് പറയുന്നത്. ഇതിപ്പോൾ 8 ohms ആണ്. 4 ohms കിട്ടുന്നുണ്ട്. പക്ഷേ 4 ohms അത്ര അവൈലബിൾ ആയിട്ട് നമ്മൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല, ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസും മറ്റു കാര്യങ്ങളെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു മിഡാണിത്. നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഡെയിൻറ്റിയാണ് നമുക്ക് മിക്കവാറും കിട്ടുന്ന എല്ലാ വൂഫേഴ്സും നല്ലതാണ്. സബ് വൂഫേഴ്സ് മാത്രമേ ഉള്ളൂ ഒരു ഇത്തിരി ഡൗൺ ആയിട്ട് നിൽക്കുന്നത്. അത് ഒരു മോഡൽ മാത്രമേ ഉള്ളൂ. വേറെ 1-2 മോഡലുണ്ട് നല്ല മോഡൽ വരുന്നത്. അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് നമ്മൾ സിപ്പിൻ്റെ ഒരു മിഡ് ഒഴിവാക്കി ഈ ഒരു മിഡ് ചൂസ് ചെയ്യാനുള്ള കാരണം ഇതാണ്. ഇവരുടെ ട്യൂട്ടേഴ്സും അത്യാവശ്യം നല്ല ട്യൂട്ടേഴ്സാണ്. പക്ഷേ ഇവരുടെ ക്രോസ് ഓവർ എനിക്ക് അത്ര മെച്ചമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ക്രോസ് ഓവറിനകത്ത് ഇവരുടെ ഊഫർ തന്നെ, ഇവരുടെ മിഡും ഇവരുടെ ട്യൂട്ടറും അത്യാവശ്യം നല്ല മാച്ചിങ് ആണ്. ഇതിന് മുന്നേ ഒരു ബോക്സ് നമ്മൾ ചെയ്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഫ്രീക്വൻസി റെസ്പോൺസിലേക്ക് പോകുമ്പോൾ അവിടെ എന്തോ ഒരു അവ്യക്തത പോലെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. കിലോ ഹെഡ്സിൻ്റെ കാര്യത്തിൽ അവ്യക്തതയുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനമാണ്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ചെറിയൊരു പാക്കേജാണ്, അധികം ബലത്ത പാക്കേജൊന്നുമല്ല. നമ്മൾ തുറന്ന് നോക്കുമ്പോഴേക്കും ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പാക്കേജിനകത്താണ് ഈ ഒരു മിഡ് വരുന്നത്. നല്ല ലുക്സാണ് ഈ ഒരു സാധനം കാണാനായിട്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ബ്രാൻഡഡ് സ്പീക്കറിൻ്റെ ലുക്കുണ്ട് ഈ സാധനത്തിന്. നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് ബിൽഡ് ക്വാളിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നും പറയാനില്ല. കൊടുക്കുന്ന വിലക്കുള്ള മുതൽ ഈ സാധനമുണ്ട്. സോ സൈഡിൽ ഒരു ബീഡിങ്സിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ബ്രാൻഡഡ് സ്പീക്കേഴ്സ് വരുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു മെറ്റൽ ഫ്രെയിം തന്നെയാണ് അതിന് സൈഡിൽ ബീഡിങ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഡ്രിൽ ചെയ്യാനുള്ള ഹോൾസ് എല്ലാം അതിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ബാക്കിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു മാഗ്നറ്റാണ് കൊടുത്തേക്കുന്നത്. ഒരു 30 വാട്ട്സ് എന്നൊക്കെയാണ് ഇപ്പോൾ അവർ പറയുന്നത്. എന്നാലും ഓക്കെ, ഒരു 4-5 സ്പീക്കറിനൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മാഗ്നറ്റാണ്. മാത്രമല്ല മിഡിൻ്റെ ഡ്രൈവേഴ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ബാക്ക് വശം ഫുള്ള് കവേർഡ് ആയിരിക്കും. സോ അത് ഫുള്ള് കവേർഡ് ആക്കി തന്നെ വെച്ചിരിക്കുകയാണ്. ഡസ്റ്റ് ഗ്യാപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പേപ്പർ കോണും എല്ലാം നോക്കിയാൽ നല്ല ക്വാളിറ്റി ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ല, ഒരു ലോ ബ്രാൻഡ് സാധനം അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി കുറഞ്ഞ സാധനമാണോ എന്ന് പറയാൻ സാധിക്കില്ല. വർക്കിങ്ങിലേക്ക് പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി വർക്കിംഗ് ഉണ്ട് ഈ സാധനത്തിന്. സോ നമുക്കിതിൻ്റെ വൂഫറും അതുപോലെ തന്നെ ഈ ഒരു മിഡും കൂടെ ചേർത്ത് വെച്ച് നമുക്കൊന്ന് നോക്കാം. സോ ഇതാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. നമ്മളിതൊരു ടവറിൽ അങ്ങോട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവൻ പടയ്ക്കും. നല്ല അട്ടാറ് ലുക്കാണ് കാണാൻ. ലുക്ക് മാത്രമല്ല, പെർഫോമൻസും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇത് പെർഫോം ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ട്യൂട്ടർ നോക്കാം. ട്യൂട്ടറായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ സിപ്പിൻ്റെ സിൽക്ക് ഡോം ട്യൂട്ടറാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് അവർ രേഖപ്പെടുത്തിയിരിക്കുന്ന മാക്സിമം ഔട്ട്പുട്ട് വാട്ട്സ് എന്ന് പറയുന്നത് 75 വാട്ട്സ് ആണ്. അതൊക്കെ മാക്സിമമാണ് പറഞ്ഞിരിക്കുന്നത്, RMS വാട്ടേജ് അല്ല. ഈ മിഡും അതുപോലെ തന്നെ ഈ ട്യൂട്ടേഴ്സും വർക്ക് ചെയ്യാനായിട്ട് വളരെ കുറച്ച് വാട്ട്സ് മതി. ഒരുപാട് കൊടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ നെറ്റ്വർക്ക് ക്രോസ് ഓവർ കൊടുക്കാതെ ഡയറക്റ്റ് ഒരിക്കലും നമ്മൾ ഈ ട്യൂട്ടറിലോട്ടോ മിഡിലോട്ടോ ഒന്നും ഔട്ട്പുട്ട് എടുത്ത് കൊടുത്തു കളയൽ ഈ രണ്ട് സാധനവും പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അപ്പോൾ ഇതിന് കൊടുക്കാനുള്ള കറക്റ്റ് നെറ്റ്വർക്ക് ക്രോസ് ഓവർ വെച്ച് തന്നെ കൊടുക്കാവും. ഇപ്പോൾ ഈ സിപ്പിന് തന്നെ ഒരുപാട് ടൈപ്പ് ഈ പറഞ്ഞ ട്യൂട്ടേഴ്സ് വരുന്നുണ്ട്. പീസോ വരുന്നുണ്ട്, സിൽക്ക് ഡോം ട്യൂട്ടർ വരുന്നുണ്ട്, വെറും ഡോം ട്യൂട്ടർ വരുന്നുണ്ട്, ടൈറ്റാനിയം ട്യൂട്ടേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബുള്ളറ്റ് ടൈറ്റാനിയം ട്യൂട്ടേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ കുറേ ടൈപ്പ് തന്നെ അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിനകത്ത് എനിക്ക് അത്യാവശ്യം വോക്കലും കൂടെ വരുന്ന ഇച്ചിരി കൂടെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമായിട്ട് തോന്നിയത് ഇതാണ്. അധികം അങ്ങ് അരോചകമായിട്ടുള്ള ഒരു ട്രബിൾ പ്രൊഡ്യൂസ് ചെയ്യില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ട്രബിൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത്. പോസിറ്റീവ് നെഗറ്റീവൊക്കെ അവർ അതിനകത്ത് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും അത്യാവശ്യം വലിപ്പമുള്ളൊരു മാഗ്നറ്റാണ് അത് കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് ഒരു വിഷ്വലിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ, ഫ്രണ്ട് വ്യൂവിലേക്ക് പോവുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് കാണാനായിട്ട്. നല്ലൊരു ബ്രാൻഡഡ് സാധനത്തിൻ്റെ ലുക്കാണ്. നമ്മൾ ലുക്ക് മാത്രമല്ല, നല്ല വർക്കിംഗും ഉണ്ട്. ഇതിൻ്റെ മാഗ്നറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മാഗ്നറ്റിൻ്റെ കനം കുറച്ച് കുറവാണെങ്കിലും ഏകദേശം മിഡും അതിൻ്റെ ഒരു ട്യൂട്ടറും കൂടെ ഏകദേശം ഒരു സെയിം പോലൊരു മാഗ്നറ്റിൻ്റെ ഒരു വലിപ്പം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പവർ ഔട്ട്പുട്ട് ഈ ഒരു ട്യൂട്ടറിൽ നിന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ തന്നെ വൂഫർ, മിഡി, ട്യൂട്ടർ എല്ലാം കൂടെ ഏകദേശം ഒരു 100 വാട്ട്സ് പോലും വരില്ല. 100 വാട്ട്സ് വേണ്ടി ഇത് വർക്ക് ചെയ്യാനായിട്ട് ഇത്ര സാധനങ്ങൾ. സോ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ട്യൂട്ടറാണ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹൈ എൻഡ് ഡിവൈസ് പോലെ നമുക്കൊരു എന്താ പറയുക, നല്ലൊരു ടവർ ഉണ്ടാക്കാൻ പറ്റും. ഫ്ലോർ സ്റ്റാൻഡിങ് സ്പീക്കർ ഉണ്ടാക്കാൻ പറ്റും. കാര്യം ഇത് ഇത്രയും സാധനങ്ങൾ നമ്മൾ നിരത്തി വെച്ചാൽ ആരും കുറ്റം പറയില്ല. കാര്യം ലുക്സിലേക്ക് പോവുകയാണെങ്കിലും അതിൻ്റെ വർക്കിങ്ങിലേക്ക് പോവുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി വർക്കിങ്ങിലേക്ക് ഈ ഒരു സാധനത്തെ കൊണ്ടെത്തിക്കാൻ നമുക്ക് നല്ലൊരു ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ സാധിക്കും. നല്ലൊരു ക്രോസ് ഓവറും വേണം. സോ നിങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു ടോട്ടൽ ലുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഇത് വെച്ചൊരു ആംപ്ലിഫയർ അല്ല, ഇത് വെച്ചൊരു ഫ്ലോർ സ്റ്റാൻഡിങ് സ്പീക്കർ അല്ലെങ്കിൽ ഒരു ടവർ ചെയ്താൽ എങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് ഈ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. സോ ഫ്രണ്ട്സ്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെറ്റ്വർക്ക് ക്രോസ് ഓവർ വേണം. സോ നമുക്ക് സിപ്പിന് തന്നെ നെറ്റ്വർക്ക് ക്രോസ് ഓവറാണ് എടുത്തിരിക്കുന്നത്.
രണ്ട് ടൈപ്പ് ക്രോസ് ഓവർക്ക് വരുന്നുണ്ട്. അവരുടെ ലേബലിംഗ് എല്ലാം ഉണ്ട്. 4 ohms വരുന്നുണ്ട്, 8 ohms വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ 4 ohmസിനകത്ത് ഞാൻ 8 ohms സ്പീക്കറും കൊടുത്ത് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഈ 8 ohms സിപ്പിൻ്റെ ക്രോസ് ഓവറിനകത്ത് 4 ohms പിടിച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പ്രകടമായ മാറ്റമൊന്നും ഫീൽ ചെയ്ത് വന്നിട്ടില്ല. എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല. പക്ഷേ അവരുടെ ഡിസൈനിങ്ങിനകത്തും അതുപോലെ തന്നെ കമ്പിച്ചുറ്റിനെണ്ണത്തിലും മറ്റ് കാര്യങ്ങളെല്ലാത്തിലും വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 4 ohms 8 ohms തമ്മിൽ കമ്പോണൻസിൽ ഡിഫറൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. രണ്ടും ഇപ്പം ഒരുമിച്ച് ഇരിപ്പില്ല, അല്ലെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാമായിരുന്നു. നേരത്തെ 8 ohms എടുത്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴെന്തായാലും നമ്മൾ 4 ohms ആണ് ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇവരുടെ സാധനങ്ങൾക്കെല്ലാം നല്ല ക്വാളിറ്റിയാണ്. പ്രൈസും അത് കണക്കുണ്ട്. പക്ഷേ എന്താ പറയുക, പ്രൈസ് ടു നോക്കുകയാണെങ്കിൽ അത്ര ബെറ്റർ ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ആ വൂഫറിനൊക്കെ 1200-1000 രൂപയ്ക്കൊക്കെ മേളിൽ പ്രൈസ് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സിപ്പിനെ ക്രോസ് ഓവർ നോക്കുകയാണെങ്കിൽ തന്നെ കറക്റ്റായിട്ട് അവരെല്ലാം ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ PCBയിൽ അവർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പാക്കേജിങ്ങിനകത്ത് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ കാര്യങ്ങളും ലേബലിംഗ് ഒക്കെ പക്കയാണ്, നമുക്കൊന്നും പറയാനില്ല. പിന്നെ നല്ലൊരു പാക്കേജിങ്ങിനകത്തായിട്ടാണ് ഈ ഒരു ബോർഡ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ബോർഡിനകത്ത് രണ്ടും നമുക്ക് പ്ലേസ്മെൻറ്റ് ചെയ്യാനുള്ള സ്ക്രൂ ആയിട്ട് മുറുക്കാനുള്ള ഒരു പ്ലേസ് അവർ കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് എവിടെ ഒട്ടിച്ച് വെക്കുക അങ്ങനെയൊന്നും വേണ്ട. ഇതിപ്പോൾ ഒരു ബോക്സിനകത്ത് വെച്ചിട്ട് അത് സ്ക്രൂ ചെയ്തങ്ങ് മുറുക്കേണ്ട കേസേ ഉള്ളൂ. ഡിസൈനിങ്ങും അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു അടപ്പുള്ളതുകൊണ്ട് പൊടിയോ മറ്റു കാര്യങ്ങളൊക്കെ കയറിയോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ കയറിയോ ഷോർട്ട് ആവാനുള്ള ചാൻസൊക്കെ വളരെ കുറവാണ്. അങ്ങനത്തുള്ള ഒരു കുറേ ഗുണങ്ങളും ഇതിനകത്തുണ്ട്. കാര്യം ഏതെങ്കിലുമൊക്കെ ജീവികളൊക്കെ കയറി ഇതിനകത്ത് നിന്ന് ഷോർട്ട് ആവാനുള്ള ചാൻസൊക്കെ വളരെ കുറവാണ്. നമ്മളിതൊരു ബോക്സിനകത്ത് പ്ലേസ് ചെയ്ത് അതിനകത്ത് തന്നെ ഇരുന്നോളും. പിന്നെ കൂടുതലും നിങ്ങളിത് വൂഫർ ഇരിക്കുന്ന ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഈ ഒരു സാധനം വെക്കരുത്. ട്യൂട്ടറും അതുപോലെ തന്നെ ഈ ഒരു മിഡും ഇരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിൽ വെക്കാവും. കാര്യം ഇതിനകത്ത് അടപ്പൊന്നും അത്ര വലിയ ഗുണമുള്ള അടപ്പൊന്നുമല്ല. ചിലപ്പോൾ ഇതൊക്കെ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും വൂഫറാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കുന്ന വൂഫറാണെന്ന് വിചാരിക്കും. ശരിക്കും ഇത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ 3 way നെറ്റ്വർക്ക് ക്രോസ് ഓവർ വെച്ച് ചെയ്യുമ്പോൾ 2 way നെറ്റ്വർക്ക് ക്രോസ് ഓവർ ഇതുപോലുള്ള ബോക്സുകൾ ചെയ്യുമ്പോൾ എപ്പോഴും അതിനെ മിഡും അതുപോലെ തന്നെ ട്യൂറ്റേഴ്സിനെയും 2 കമ്പാർട്ട്മെൻ്റ് ആക്കി തിരിക്കാൻ നോക്കുക. ആ ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് ഈ ഒരു ക്രോസ് ഓവേഴ്സിനെ പ്ലേസ് ചെയ്യാൻ നോക്കുക. ഇത് നമുക്ക് തുറന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇതിനകത്ത് തന്നെ 2 ഹോളുണ്ട്. ആ വഴിയാണ് നമ്മൾ ഡ്രിൽ ചെയ്തതിൻ്റെ കാര്യങ്ങളെല്ലാം മറ്റ് ബോക്സിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിത് തുറന്നെടുക്കാം. പക്ഷേ എൻ്റെ ബോർഡ് ഞാൻ ഊരിയെടുക്കാൻ നോക്കിയിട്ട് വന്നിട്ടില്ല. ഊരിയെടുക്കാൻ പറ്റും, അത് ജസ്റ്റ് അതിനകത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. സോ അത് ഇളക്കേണ്ട ആവശ്യം നമുക്കില്ല. ഇതുപോലെ തന്നെ വെച്ച് ഫിറ്റ് ചെയ്തിട്ട് ആ അടപ്പിട്ടം അടച്ചാൽ മതി. സോ ഈസി ടു യൂസ് ആണ്, നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് വേറെ ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നും പറയാനില്ല. കാര്യം ഇതൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇതുകൊണ്ടാണ് ഞാൻ പറയാം. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഒന്നും കിട്ടില്ല. പിന്നെ നിങ്ങൾക്കുള്ള ഓപ്ഷൻ അവാർഡിൻ്റെ ഡ്രൈവേഴ്സും അവാർഡിൻ്റെ വൂഫേഴ്സുമാണ്. അപ്പോൾ അവർക്കും ഈ ഒരു നെറ്റ്വർക്ക് ക്രോസ് ഓവർ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവാർഡ് 3 കൂടെ പ്രൈസ് കൂടുതലാണ് കാര്യങ്ങൾ ഡ്രൈവേഴ്സിനെല്ലാം. അപ്പോൾ നിങ്ങൾ നേരെ സിപ്പിലേക്ക് പോകാം. നല്ല ക്വാളിറ്റിയാണ് പാട്ട് കേൾക്കാനൊക്കെ ആയിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു 3 ഐറ്റംസിനെ പറ്റി പറയാനുള്ളത്. ഇത് ചേർത്ത് വെച്ചൊരു കോംബോ ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. നല്ലൊരു ബോക്സ് ആണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി കിട്ടുകയും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു 3 ഐറ്റംസിനെ പറ്റി പറയാനുള്ളത്. നല്ലൊരു കോമ്പിനേഷനാണ്. അധികം നമുക്ക് ഒരുപാട് അങ്ങ് പ്രൈസ് മുടക്കാനില്ല, ഹൈ എൻഡ് ഡിവൈസിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. സോ നമുക്കിതെല്ലാം കൂടെ ചേർത്ത് വെച്ച് എന്തൊക്കെ സാധനങ്ങളാണെന്ന് ഒന്നുകൂടെ നോക്കാം. അവരുടെ വൂഫറുണ്ട്, പിന്നെ അവരുടെ തന്നെ നെറ്റ്വർക്ക് ക്രോസ് ഓവർ, മിഡ് നമ്മൾ ഡേറ്റയാണ് എടുത്തേക്കുന്നത്, പിന്നെ ട്യൂട്ടേഴ്സ്, അതുപോലെ തന്നെ പിന്നെ അവരുടെ നെറ്റ്വർക്ക് ക്രോസ് ഓവറും. സോ ഇതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ കോമ്പിനേഷൻ വെച്ച് നമ്മളൊരു ടവർ ചെയ്യുന്നുണ്ട്. ടവറിനകത്ത് നമ്മൾ 2 8-inch വൂഫർ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു മിഡ് ഒരു ട്യൂട്ടറും 2 8-inch വൂഫറും അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു 120-150 വാട്ട്സ് മതി ഇതിനെല്ലാം കൂടെ ഡ്രൈവ് ചെയ്യിക്കാനായിട്ട്. കാര്യം ഒരിക്കലും നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ ഇതിനൊന്നും ഫുൾ ത്രോട്ടിൽ ആരും റൺ ചെയ്യിക്കാൻ പോകുന്നില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ്. ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു നഷ്ടബോധമായിട്ട് തോന്നില്ല. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.